ഷാജി, ഈ പ്രാവശ്യത്തെ കൃഷിക്ക് ഒരുപാട് ചെലവ് വരുമല്ലോ. ചെലവിന്റെ മാത്രമായില്ലല്ലോ. തന്നെയല്ല, എല്ലാ പാടത്തും ഈ ആമ്പൽ ഇത്രയും കൂടുതൽ വളരെ അടുത്ത കാലത്തെങ്കിലും ഇതുപോലെ ഉണ്ടായിട്ടില്ല. നമസ്തേ. നമസ്തേ. എന്തൊക്കെയുണ്ട് ഇപ്പോൾ വിശേഷം? ഞങ്ങളിങ്ങനെ ഒന്ന് നടക്കാനിറങ്ങി ഇവിടെ ഈ കണ്ടത്തിലെ കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കുന്നു. ഏത് തലത്തിലാണ് ഇത്? ഒരു കാലം തെറ്റിയുള്ള കൃഷി രീതിയൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. പ്രകൃതിയെ മനസ്സിലാക്കാതെ കൃഷിക്ക് ഇറങ്ങിത്തിരിക്കുന്നതുകൊണ്ട്. നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെയല്ലല്ലോ, അവർക്ക് കറക്റ്റ് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പൊ യന്ത്ര സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും കൃഷി നഷ്ടമാണ്. അത് പ്രകൃതിയെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ ഈയിടെ എറണാകുളത്തൊരു ചുംബന സമരം എന്ന് പറഞ്ഞ ഒരു സാമൂഹിക വിരുദ്ധമായ ഒരു സമരം നടന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ വന്നത്. ഇതൊരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു ചർച്ചയാണല്ലോ. അപ്പോൾ നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്. ഞാൻ ഇഷാഖ് ബി, മോഡൽ സ്കൂളിൽ പഠിക്കുന്നു, വയസ്കരക്കുന്ന്, കോട്ടയം. ഇത് എന്റെ ചേട്ടൻ വിനീത്. അപ്പം എന്നെ ഏറെക്കുറെ അറിയാമായിരിക്കുമല്ലോ. സത്യൻ ശിവശക്തി, ST ആർട്ട് ഗാലറി ഡയറക്ടർ. ഇത് എൻ്റെ സുഹൃത്തും നമ്മുടെ ST ആർട്ട് ഗാലറിയുടെ ഡയറക്ടർ ബോർഡ് അംഗവുമാണ് MK ഷാജി 20. ഷാജിയുടെ വീട് ഇവിടെ അടുത്താണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ വെച്ച് കാണാറുണ്ട്. പിന്നെ ഏതായാലും നന്നായി ചുംബന വിഷയം, ചുംബന സമരം നല്ല കാര്യമാണ്, ഒരു നല്ല വിഷയമാണ്. ഈ എറണാകുളത്ത് നടന്ന ഈ ചുംബന സമരവും അതിനെക്കുറിച്ചുണ്ടായ സമകാലീന സംഭവങ്ങളെ കുറിച്ചും മാഷിനെന്താണ് പറയാനുള്ളത്? അവരുടെ മനോഭാവം എന്താണ് ഈ സമൂഹത്തോടുള്ള ഇപ്പോഴത്തെ സംസ്കാരത്തോടുള്ള സമീപനം? ഒന്നാമത്തെ കാര്യം, ഈ മനുഷ്യന്റെ ഭാവ വികാര ചേഷ്ടകൾ ഏറ്റവും എളുപ്പം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ശാരീരിക അവയവമാണ് ചുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ചുണ്ടുകൊണ്ടുള്ള പ്രവൃത്തി കൂടി ആയതുകൊണ്ടാണ് ചുംബനം എന്ന് പറയേണ്ടി വരുന്നത്. അത് ഒരു നിസ്സാര കാര്യമായിട്ട് കാണാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം നമ്മളൊരു പൂവിനെ ഉമ്മ വെക്കുന്നു, ചുംബനം തന്നെയാണ്. അതുപോലെ ഒരു കൊച്ചു കുട്ടിയെ ചുംബിക്കുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അതിനോട് തോന്നുന്ന ആ ഒരു ഭാവമല്ല ഒരു പ്രായമായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലൊക്കെ ചിന്തിക്കുന്നത്. 5 വയസ്സ് പല രീതിയിലുണ്ട്. അതുപോലെ നമ്മളൊരു പൂച്ചക്കുട്ടിയെ ചുംബിക്കുന്നു, അതും ചുംബനം, അതൊന്നും തെറ്റില്ല അതിനകത്ത്. പക്ഷെ അതല്ല, ഇതിനകത്ത് മോഹത്തോടെ ചുംബിക്കുന്നു എന്ന ഒരു മാനസിക വ്യാപാരം കൂടെ വരുന്നുണ്ട്. അതങ്ങനെയാണ്. പിന്നെ ഇവരുടെ ഭാരതീയ സംസ്കാരം ഇന്നത്തെ ഈ ആധുനിക സംസ്കാരവുമായിട്ട് ഉള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അത് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന അശാസ്ത്രീയമായ യാതൊരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല. പക്ഷെ ഇതല്ല, ഇത് അശാസ്ത്രീയമാണ്. അപ്പൊ ഞാനും കഴിഞ്ഞ ഒരു ദിവസം ഇങ്ങനെ TV കണ്ടപ്പോൾ അതിനകത്തൊരു പത്രപ്രവർത്തക ഇതിനെ കുറെയൊക്കെ അനുകൂലിച്ച് പറയുന്ന കേട്ട്. എന്നിട്ട് അവരിതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഗീതാ ഗോവിന്ദം എന്ന ഒരു കൃതിയുണ്ട്. ഒരുപാട് പഴക്കമുള്ളതാണ്. പക്ഷെ ആ ഗീതാ ഗോവിന്ദത്തെ കൂട്ടുപിടിച്ച് അവരിത് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ആ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, തെറ്റായ ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണിതെങ്കിൽ പരസ്യമായിട്ട് ചെയ്യാൻ പാടില്ല. തെറ്റല്ല എങ്കിൽ ചെയ്യാം. പക്ഷെ അതിയുടെ ഒരു കൊച്ചു കുഞ്ഞിനോട് അല്ലെങ്കിൽ ഒരു ചിത്രശലഭത്തെ കാണുമ്പോൾ അല്ല ഒരു പൂവിനെയോ ഒരു പക്ഷി കുഞ്ഞിനെയോ ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ മാനസിക ഭാവം വേറെയാണ്. ഇത് പ്രായമായ ഇപ്പൊ തന്നെ നമ്മൾ നമ്മുടെ അമ്മയെ ചുംബിക്കുന്നു, അതുപോലെ അല്ലല്ലോ ഭാര്യയെ ചുംബിക്കുമ്പോൾ. അപ്പൊ മനസ്സിന്റെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. മനസ്സാ പ്രവൃത്തി ചെയ്യുന്നത് ശരീരമല്ല, ശരീരം മനസ്സിന്റെ പ്രവൃത്തിയെ പിന്തുടരുന്നു എന്നേ ഉള്ളൂ. ഒരു പുരുഷനും സ്ത്രീക്കും സ്വകാര്യത വേണ്ട ഈ ഇത്തരം നിമിഷങ്ങൾ ഇവർ എന്തുകൊണ്ടാണ് ഇത്രയും പരസ്യങ്ങളായി ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് അവരുടെ മാനസിക വൈകല്യം, മനസ്സിന്റെ വൈകല്യം തന്നെ. അത് ഒന്നാമത്തെ കാര്യം, വീട്ടിൽ കിട്ടുന്ന തെറ്റായ ട്രെയിനിങ് ആണ്. പിന്നെ വിദ്യാഭ്യാസ രീതിയിൽ വരുന്ന തകരാറുകൾ കൊണ്ടും ഉണ്ടാകും. പിന്നെ ഇപ്പൊ തന്നെ നമ്മുടെ TV ചാനലുകളിലൊക്കെ കണ്ടിട്ടില്ലേ, 8ഉം 10ഉം വയസ്സൊക്കെയുള്ള പെൺകുട്ടികളെ കൊണ്ട് 20, 22 വയസ്സൊക്കെയുള്ള പെൺകുട്ടികളുടെ ഭാവ തീവ്രതയൊക്കെ എല്ലാ മാനസിക വ്യാപാരമൊക്കെ പ്രതിഫലിപ്പിക്കുന്ന പാട്ടുകൾ അഭിനയിപ്പിച്ച് കാണിക്കുക. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കൊച്ചുകുട്ടികളിൽ ഇതൊന്നും ഉണരാൻ പാടില്ല. അവരുടെ നിഷ്കളങ്കത എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2-3 കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രായമാകുന്നതിന് മുൻപേ തന്നെ ആയിട്ടുള്ള പെൺകുട്ടികളുടെ മാനസിക ഭാവം വന്നു കഴിഞ്ഞെന്ന് അത് തെറ്റാ. കുറ്റകൃത്യങ്ങൾക്ക് കാരണവുമാണ്. സ്ത്രീ പൂർണ്ണനാണെന്നും പുരുഷൻ പൂർണ്ണനല്ലെന്നും പറയുന്നത്. അതെ, സ്ത്രീ എന്ന് പറയുന്നത് പ്രകൃതിയുടെ എല്ലാ ഗുണങ്ങളും സ്ത്രീയിലുണ്ട്. പുരുഷൻ അതില്ല, ഭാഗികമായ ഉള്ളൂ. പുരുഷന് ഇരുവശങ്ങളുണ്ടെന്നാണ് മാഷി പറഞ്ഞത്. അപ്പം പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ക്ഷേത്ര ദർശനം തന്നെയാണല്ലോ സ്ത്രീക്ക് പറയുന്നില്ല. ഇല്ലല്ലേ? പൂർണ്ണമായി ജനിക്കുന്ന ഒരാൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ പുരുഷൻ അതല്ല. പുരുഷൻ ക്ഷേത്ര ദർശനം ചെയ്യണം. അത് ശ്രീകോവിലിന് മുന്നിൽ വാതിലിന് മറഞ്ഞു നിൽക്കുന്ന ഇടതുവശം, വലതുവശമാണ് വീക്ക്. ആ വലതുവശം നീട്ടി മാത്രമേ തൊഴാൻ പാടുള്ളൂ. ഇപ്പോഴതെല്ലാം കൂടിക്കുഴഞ്ഞാണ് കിടക്കുന്നത്. അപ്പൊ അത് തിരിച്ചറിയില്ലാഞ്ഞിട്ടാ. പണ്ടതല്ല, വിദ്യാഭ്യാസം കുറവാണെങ്കിലും തിരിച്ചറിവ് ഒരുപാടുണ്ടായിരുന്നു. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇവർ സംസ്കാരത്തിനും അവരുടെ സ്വന്തം തന്നെ വ്യക്തിത്വത്തിനും ഒന്നും പ്രാധാന്യം നൽകാത്തതിന്റെ ഒരു സൂചനയാണ് നമ്മളിപ്പോ എറണാകുളത്ത് നടന്ന സംഭവത്തിന് കാണുന്നത്. അതിന് പല സാമൂഹിക വിദഗ്ധർന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പലരും അതിനോട് ഒരു പ്രതികരണവും ചെയ്തിട്ടില്ല. അതിന്റെ കാരണമാണ് അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അടുത്ത കാലത്ത് യേശുദാസ് പെൺകുട്ടികൾ ജീൻസ് ഒക്കെ ഇടുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. അങ്ങനെ അത് പറഞ്ഞത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ അതിനെ തെറ്റായ രീതിയിൽ വളച്ചൊടിച്ചു. കാരണം എന്നിട്ട് ഞാനും കണ്ടു ഫേസ്ബുക്കിലൊക്കെ അങ്ങേരുടെ മകന്റെ ഭാര്യ ജീൻസ് ഇട്ട് നിൽക്കുന്ന അത് വെച്ച് ചോദ്യം ചെയ്യുക. അത് തെറ്റാ. അപ്പൊ ആ ചോദ്യം ചെയ്യുന്ന ആളുടെ മനസ്സിലൊരു വലിയ പ്രശ്നമുണ്ട്. അവര് വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ കണ്ട് രസിക്കുക എന്നുള്ളത്, മനസ്സുകൊണ്ട് രസിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് ഇതിനിടയ്ക്ക്. അത് സിനിമയിലും എല്ലാം ഉണ്ട്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ആ ആള് നമ്മളായിട്ട് ഭാവിച്ച് ആസ്വദിക്കുക. ശരിക്കും ഇപ്പം ജീൻസ് ഇടാം, അത്തരം ജീൻസ് ഉപയോഗിക്കണം, അല്ലാത്ത ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്നവർ തന്നെയാണ് ഇപ്പോൾ ഈ സമരത്തിലും ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന പകുതി സ്ത്രീകളുമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഭാരതീയ സ്ത്രീ എന്ന് പറയുന്ന മാതൃകയോടും ഇപ്പോഴത്തെ ഈ പ്രവൃത്തി കാണിക്കുന്ന സ്ത്രീകളും തമ്മിൽ ഉപമിക്കാൻ കഴിയുമോ? അതിന് ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം പറയാം. 20 വർഷം മുമ്പ് എൻ്റെ ഗുരു എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു കാലത്ത് ഭാരതത്തെ സംരക്ഷിച്ചിരുന്നത് സ്ത്രീകളായിരുന്നു, ഇനി നശിപ്പിക്കുന്നത് സ്ത്രീകളായിരിക്കും. ഇതെല്ലാം എനിക്ക് അന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെല്ലാം പറ്റി ധാരണ ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് പിന്നെ ഈ സമയം, കലിയുഗത്തിന്റെ ഈ സമയത്ത് ഇങ്ങനെ സംഭവിക്കും. ഇനി വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. അതും 20 വർഷം മുമ്പ് പറഞ്ഞതാണ്. ഇപ്പൊ ചുംബനമല്ലേ നമ്മൾ കണ്ടുള്ളൂ. ഇപ്പൊ നമ്മളിങ്ങനെ റോഡേ പോകുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ആ റോഡിൽ കിടന്ന് ബന്ധപ്പെടുകയാണ്. അപ്പോൾ നടന്നു വരുന്ന നമ്മളത് കണ്ടിട്ട് പറയാം, നിങ്ങൾക്ക് ഈ റോഡിന്റെ വശത്തേക്കെങ്കിലും മാറിയിട്ടായിക്കൂടെ എന്ന് ചോദിച്ചാൽ അക്കാരണം കൊണ്ട് മോക്ഷം കിട്ടുമെന്ന്. കാരണം അതിനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടാകുകയില്ല. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഞാനിതെല്ലാം അന്ന് മുതൽ 20 വർഷം മുമ്പ് ഒരു സിനിമ കാണുന്ന പോലെ എല്ലാം കാണുക. കാരണം ആചാര്യന്മാർ ഒരിക്കലും തെറ്റ് പറയുകയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വിദേശ സംസ്കാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പാടുപെടലാണ് ഇവരുടെ ഈ യുവാക്കളുടെ. ഈ വ്യക്തിത്വം നഷ്ടപ്പെട്ട യുവാക്കൾ അമേരിക്കയിലും അങ്ങ് ഫ്രാൻസിലൊക്കെ നടക്കുന്ന പരിഷ്കരണം അതുപോലത്തെ രീതിയിൽ നടക്കാനാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. അതെ, എന്നാന്ന് വെച്ചാൽ ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയല്ലേ, എങ്കിലും ഏതെങ്കിലും രീതി അംഗവൈകല്യമുള്ള ഒരാൾ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ മാനസികപരമായ ശാരീരികമായിട്ടുണ്ടെങ്കിൽ പോലും അവരെ കൂടുതൽ മറ്റുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുന്നു. ഇവർക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് ഇവരുടെ ഉള്ളിലുണ്ട്. സ്ത്രീയാണോ പുരുഷനോ ആരായാലും. എന്നിട്ട് അതുപോലെ തന്നെ ഇവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കണം. അതിന് ചിലപ്പോൾ ശബ്ദം കൊണ്ടാകാം, മറ്റു ചില ചേഷ്ടകൾ കൊണ്ടൊക്കെ ഇതെല്ലാം ചെയ്യും. ലക്ഷണശാസ്ത്രമൊക്കെ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അംഗവൈകല്യമുള്ളവരെ. നമ്മൾ പിന്നെ അങ്ങോട്ട് കിടക്കണ്ട. ഈ സമസ്യയെ പറ്റി നടൻ മോഹൻലാലിന്റെ ഒരു വാദം ഞാനിവിടെ, അത് ഭയങ്കര തമാശ കേട്ടോ. എന്തെന്ന് വെച്ചാൽ പുള്ളി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുംബിക്കാനുള്ള അവകാശം ആണിനും പെണ്ണിനുണ്ട്, അത് കാണാതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ചുംബനം നടക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മാറിപ്പോകുന്നില്ല? അതിനർത്ഥം ഈ
കാണിക്കുന്ന ചുംബന ഈ കാണിക്കുന്ന തെറ്റുകൾക്കൊക്കെ നമ്മൾ കണ്ണടച്ചു കൊടുക്കുക എന്നാണോ മോഹൻലാൽ പറയുന്നത്? അതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ യേശുദാസിനെ പറ്റി അങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ യേശുദാസും മോഹൻലാലും ഒക്കെ സിനിമാ രംഗത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. തെറ്റാണെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗത്തെ സൂചിപ്പിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഫ്രെയിമിന് കോട്ടം വരും. ഇപ്പൊ നമുക്കതല്ല, നമുക്ക് ഫ്രെയിം ഇല്ല, ഫ്രെയിം ഇല്ല, മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പറയാം. പിന്നെ മോഹൻലാൽ പറഞ്ഞ വേറൊരു കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആവശ്യക്കാർ ചെയ്യുന്നത് സ്വകാര്യമായിട്ടായിരിക്കണം. അതിന് വീടുകളുണ്ട്, അതിൻ്റെ 4 ചുവരുകളുണ്ട്. ഇന്ന് ആ 4 ചുവരുകൾക്കുള്ളിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പോലുമാണ് ഈ ചാനലുകളിൽ അവതാരകരെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവർ ചെയ്യുന്നത്. എന്നാൽ വിദ്യാഭ്യാസം കൂടുതലുണ്ട്. അപ്പം ഇവിടെ വേറൊരു പ്രശ്നം കൂടെ, മനുഷ്യ മനസ്സ് തമ്മിൽ നേരിട്ട് വേണം വിദ്യകൾ കൈമാറാൻ. ഈ യന്ത്രങ്ങളിലേക്ക് ഉപകരിക്കുക വിദ്യാഭ്യാസത്തിന്റെ ഒരു വൈകല്യമാണ്. വൈകല്യമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്പ്യൂട്ടറിന് ഒരിക്കലും അതുമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അപ്പോൾ ഉണ്ടാകുന്ന മാനസിക ഭാവത്തെ ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അതേ സമയത്ത് നല്ല അറിവുള്ള ഒരു അധ്യാപകനോ അധ്യാപികയാണെങ്കിൽ അവരെന്നാലും ചോദിക്കും, നിന്റെ മനസ്സിപ്പോൾ വേറെ എവിടെയാണല്ലോ, നീ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഉടനെ ഈ കേൾക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു ഷോക്ക് ഉണ്ടാവും. അയ്യോ, അധ്യാപകനും നല്ലതായിരിക്കണം. അധ്യാപകനും നല്ല മാതൃകാ അധ്യാപികയും അതുപോലെ തന്നെ ശുദ്ധിയുള്ളവരായിരിക്കും. കിട്ടില്ല. അല്ലെ പിന്നെ നമുക്ക് അധ്യാപകനെന്നൊക്കെ പറയാൻ പറ്റും. വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റും. ഡിക്ഷണറി എഴുതി ചേർക്കേണ്ടി വരും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പൊ നമ്മുടെ ക്ലാസ് ടീച്ചറൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് കയറി വന്ന ഉടനെ കാണണമെന്നൊന്നുമില്ല, എങ്കിലും ചോദിക്കും എവിടെയാടാ ഓടി നടന്നത്. അത് അവരുടെ റീഡിങ്ങാ. അപ്പൊ നമ്മൾ ഇല്ല സാറേ, നമ്മളിങ്ങനെ പുറത്തൂടെ ഒന്ന് ചുറ്റിക്കറങ്ങിയതേ ഉള്ളൂ. അപ്പൊ അത് അവർ മനസ്സിലാക്കുന്നവർ നമ്മളെ കറക്റ്റ് ചെയ്യാൻ അവരങ്ങനെ ചെയ്യുന്നത്. ഇന്നത്തെ അധ്യാപകർക്ക് അതല്ല, 30-ാം പൊക്കം ശമ്പളം കിട്ടും. പിന്നെ അധ്യാപകർക്ക് ചേർന്ന രീതിയിലല്ലല്ലോ, അവരെ ആകർഷിക്കുന്ന രീതിയിലാണ് വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് വരുന്നത്. അതെ, ഒരിക്കലും മാതൃകയാകുന്നില്ല. പിന്നെ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാകുകയല്ല മാതൃകയാണ്. എന്തെന്ന് വെച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന രീതിയിലൊരു മാതൃകയാണ് വരും തലമുറ. അതെ, അതിപ്പോ കൂടുതൽ വ്യക്തമാവുന്നു, വ്യക്തമായിക്കോളും. ഈ രണ്ട് പുരുഷന്മാരുടെ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ ഇത്രയും പരസ്യപ്പെടുത്തി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് മാനസിക രോഗമാണ്. 100 കണക്കിന് മാനസിക രോഗങ്ങളുണ്ട് ഒരു മനുഷ്യന്. അതിൽ ഗുരുതരമായ രോഗങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുത്തിരിക്കണം. പിന്നെ ഈ അടുത്ത കാലത്ത് എന്നോട് ഇങ്ങനെ ബസ്സിൽ വെച്ച് ഒരു പ്രായമായ ഒരാൾ സംസാരിച്ചപ്പം ഇന്നത്തെ കാലത്തെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്കുണ്ട് 2-3 മക്കള്, പാ കാണാൻ മടി വെക്കാം, പാ അരയ്ക്കാ മരവായ എന്നാ ചെയ്യുമെന്ന്. അപ്പൊ എന്നാന്ന് വെച്ചാൽ ശരിക്കും ഇത് വീട്ടിലെ ട്രെയിനിങ് ഉണ്ട്, ഇതിനകത്ത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഈ YMCA-ലൊക്കെ ഒത്തിരി കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ, ചിത്രരചനാ മത്സരമൊക്കെ വരുമ്പോൾ നമ്മളായിരിക്കും അതിനകത്ത് പ്രധാനമായിട്ട്. ഇപ്പൊ പോകാറില്ല, നേരത്തെ അങ്ങനെ വിളിക്കും. അപ്പൊ നമുക്ക് ഈ കലാജ്യോതിഷം അറിയാവുന്ന കാരണം ഈ കുട്ടികളുടെ ഈ പ്രശ്നങ്ങളിലൂടെ അറിയാൻ പറ്റും. അപ്പൊ ചില മാതാപിതാക്കളോടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സ്വകാര്യതകൾ പലതും ഈ കുട്ടികളിലേക്ക് വരുന്നുണ്ട്. ഇവരുടെ വിചാരം ഇത് കൊച്ചുകുട്ടിയല്ലേ എന്നാ അറിയാനാണെന്നാണ്. ഇതെല്ലാം അതിന്റെ മനസ്സിൽ വരും. അപ്പൊ അത് ചെയ്തു വരുമ്പോൾ ഇത് പ്രൊജക്ട് ചെയ്യും, നമുക്കത് കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് പണ്ടുള്ളവർ അതല്ല, ഓരോന്നിനും ഓരോ മുറികളുണ്ടായിരുന്നു വീടുകളിലെ. അത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ കലിയുഗത്തിൽ ഈ 2020 വരെ തച്ചുശാസ്ത്രം നോക്കാതെ ഗ്രഹങ്ങൾ പണിയും, അതെല്ലാം ചന്ത പോലെ ആയിരിക്കുമെന്ന്. ഇപ്പൊ ഒരു വീടിന്റെ ഹാളിൽ ഒരു അപരിചിതൻ വന്നിരുന്നാൽ ആ വീട്ടിലുള്ള എല്ലാവരും ഈ ആളുടെ മുന്നിൽ കൂടെ വേണം കയറാനും ഇറങ്ങാനും അവരുടെ മുറികളിലേക്കൊക്കെ. അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് അയാൾ ആ വീടിന്റെ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അയാൾക്ക് എന്ത് കുറ്റകൃത്യം വേണമെങ്കിലും ചെയ്യാം. ഗവൺമെന്റ് പോലും ഇതിനെപ്പറ്റി നല്ല ഒരു രീതിയിലല്ല കാണുന്നത്. കാരണം സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന എഞ്ചിനീയർമാർ ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരുപാട് വീടുകൾ നമ്മൾ കറക്ഷന് വേണ്ടി പോകാറുണ്ട്, എന്നിട്ടെല്ലാം കാണാം. അപ്പൊ നമ്മൾ എന്ന് ചിലപ്പം പുതിയ ഭിത്തികളൊക്കെ പണിയിക്കും, എന്നിട്ട് കട്ടളയൊക്കെ മാറ്റിക്കും. പെൺകുട്ടികളുള്ള വീടല്ലേ, മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ
അവർ ഇവരെ പറ്റി അറിയാൻ പാടില്ല, അല്ല അവരുടെ മുന്നിൽ കൂടി ഇവർ പോകാൻ പാടില്ല, ഇതെല്ലാം നമ്മൾ പറയും. പക്ഷെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇത്തരം വീടുകൾ ചെയ്യുന്നവരൊക്കെ സർക്കാർ അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ആഡംബരം മാത്രമേ മാത്രമേ ഉള്ളൂ. ആഡംബരം മണിമാളിക പോലെ എന്തൊക്കെയോ പണി ചെയ്യുന്നു. അതിന്റെ പിന്നെ ഒരു കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ടതേ, ജന്മഗുണത്തിനൊരു പ്രാധാന്യമുണ്ട്. ഇപ്പൊ 10,000 പേര് ഇത് ചെയ്താലും നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല. അതിന് ജന്മഗുണമെന്നാണ് പറയുന്നത്. സ്വന്തം കാലിൽ സ്വന്തം അഭിപ്രായത്തിൽ നിൽക്കാനുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ഇല്ലെന്നാണോ മാഷ് പറഞ്ഞു വരുന്നത്? അല്ല, അവർക്ക് അവരെ പറ്റി ബോധ്യമാക്കാനുള്ള യാതൊരു വഴികളും ഇല്ല വിദ്യാഭ്യാസ കാലത്ത്. ഇപ്പൊ നമ്മളവിടെ പഠിക്കുന്നവരെ അറിയാമല്ലോ, ചിത്രം എഴുത്തൊക്കെ പഠിക്കുന്നവരെ, അവർ ചെയ്യുന്ന കുട്ടിട്ട് അവരുടെ കഴിവുകളെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇന്നതാണ് എന്ന് നമ്മൾ അവർക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കുക. ആ പറയുന്നവരൊക്കെ അത് മാറ്റി കഴിവതും മാറ്റി നിലനിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണോ? താല്പര്യപ്പെടുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അല്ലാത്തവരോട് എന്തൊക്കെ നടപടിയാണ്? അല്ലാത്തവരോട് ഇപ്പൊ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയമെല്ലാം മാറിപ്പോയി. ഇപ്പൊ ഇങ്ങനെ ആരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നതുപോലും കുറ്റമാണ്. അതിനെ പീഡനമായിട്ടൊക്കെ വ്യാഖ്യാനിക്കുകയും ചെയ്യും. കേട്ട ഉടനെ കോടതിയൊക്കെ നിയമപരമായിട്ട് നേരിടും. നമ്മളൊക്കെ കുറ്റവാളികളായിപ്പോയി. കുറ്റവാളികൾ. ഇത് ഈ ചുംബന സമരത്തിനിടയിൽ ഒരു സ്ത്രീയും പുരുഷനും മാത്രമല്ല പലരും തമ്മിൽ ചുംബിച്ചു. അതിന് ഇവർക്ക് ഒരു ലജ്ജയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. എന്താണെന്നറിയില്ല. ഈ ചുംബനത്തിന്റെ അർത്ഥം അറിയത്തില്ല. ഇല്ല. ഇപ്പൊ കറണ്ട് പോലെ തന്നെ നമ്മുടെ ഭാവത്തെ മറ്റൊന്നിലേക്ക് കയറ്റിവിടാൻ പറ്റുന്ന, തീവ്രമായിട്ട് കയറ്റിവിടാൻ പറ്റുന്ന ഒരു അവയവമാണ് ചുണ്ട്. നായ്ക്കളുമൊക്കെ കണ്ടിട്ടില്ലേ? ആ അവസ്ഥ മനുഷ്യരൂപേണ മൃഗം ചരന്തി എന്ന് പറയുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ എല്ലാവിധ സെറ്റപ്പും കാണും. ഉയർന്ന വിദ്യാഭ്യാസവും ബാഹ്യമായ എല്ലാ ആഡംബരവും ഒക്കെ കാണും. പക്ഷെ ഉണ്ടെങ്കിലും അത് ശരീരം മാത്രമേ ഉള്ളൂ. ഉള്ളിലെ സംസ്കാരം മുഴുവൻ മൃഗത്തിൻ്റെലായിരിക്കുന്നു. ആ പണിയായിരുന്നു. ഈ മൈതാനത്ത് നായ്ക്കൾ കൂട്ടം കൂടി ചാടി മറിഞ്ഞ് ഉമ്മ വെച്ചൊക്കെ നടക്കുന്നതന്നെ എനിക്കിത് ഈ പത്രത്തിൽ കണ്ടപ്പോഴും തോന്നിയത്. ആ അവസ്ഥയാ. അതിനി ആര് പറഞ്ഞാലും, ഇനി സുപ്രീം കോടതി പറഞ്ഞാലും ആ അവസ്ഥ അത് തന്നെയാണ്. പക്ഷെ വേണമെങ്കിൽ മറ്റു രീതിയിലൊക്കെ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റും. അതിവിടെ പ്രശ്നങ്ങളുണ്ടാകും. ഭാരതത്തിൽ അതിനുള്ള വിദ്യകളുണ്ട്. വിദേശത്താണ് ഇപ്പൊ കിർലിംഗ് ക്യാമറയുണ്ട്, ഓറാ നോക്കി കണ്ടുപിടിക്കാം. ഇപ്പോഴിവർ ചുംബനത്തിന് വേണ്ടി അവകാശം മുറവിളി കൂട്ടുന്നു. നാളെ അതിന്റെ അപ്പുറത്തേക്കാണ് പോകുന്നത്. അപ്പുറത്തേക്കിന് ഇപ്പൊ ചുംബനവും ആലിംഗനവുമാണ് വിഷയം. നാളത്തേക്കിനത് പറയാൻ പറ്റാത്തൊരു വിഷയത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി ആ ആളുടെ ശരീരത്ത് മറ്റൊരാളെ സ്പർശിക്കാൻ അനുവദിക്കാൻ പാടില്ല. മറ്റുള്ള ആളുടെ ശക്തിയല്ല, നെഗറ്റീവ് എനർജി കൂടി നമ്മളിലേക്ക് വന്നു ചേരും. അത് സത്യം. അങ്ങനെയുണ്ട്. ഇപ്പൊ തന്നെ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പം ഒരു ചെറുപ്പത്തിലൊക്കെ വളരെ ചെറുതായിരിക്കുമ്പോഴേ ഭയം ഉണ്ടായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ അവരോട് പറയുമ്പോൾ ഇങ്ങനെ അവരുടെ ചൂണ്ടുവരൽ നമ്മുടെ നടുവരെ തലച്ചോറിലേക്കുള്ള വെച്ച് നമ്മൾ അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് തൊടാൻ പറയും. നമ്മൾ എന്നാൽ ഈ വൈബ്രേഷൻ സ്വീകരിക്കുന്നത് നമുക്കറിയാം എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. എന്തെല്ലാം സംഗതികൾ കയറ്റിവിടാമെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഈ ചുംബനമായിട്ട് നടക്കുന്നവരെ ഒരു കൊച്ചു കുട്ടികളുള്ള ഒരു വീടിന്റെ പരിസരത്തെങ്ങും അടുപ്പിക്കരുത്. അവരുടെ ചിന്തകളും ഇതിന് ദോഷം ചെയ്യും. അവർ തൊട്ടാലും ദോഷകരമായിരിക്കും. ഇവർക്ക് ശിക്ഷയാണോ നൽകേണ്ടത് അതോ വേറെ വല്ല വിധിയാണോ? അല്ല, ഇവരെ ശിക്ഷിക്കുന്നത് ആരാ? അതെ, കുറ്റമില്ലാത്തവന് ഒരിടത്തും വിധിക്കാൻ കയറി ഇരിക്കുന്നില്ല. നമ്മളെ പത്രങ്ങളിലൊക്കെ കാണുന്നില്ലേ, ജഡ്ജിമാരെ ഇന്ന അപവാദത്തിന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ്. ഇതിന്റെയൊക്കെ മൂലകാരണം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ, അല്ലാത്തവർ അങ്ങനെ തന്നെ പോട്ടെ, അതേ പറ്റത്തുള്ളൂ. ചെറുപ്പക്കാർ മാത്രമല്ല, ഇതിൽ മധ്യവയസ്കർ പോലും അണിനിരന്നു. അതെന്നാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയാതെ, നമ്മുടെ MF ഹുസൈൻ, ലോക പ്രശസ്തനായ ചിത്രകാരൻ എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ചോളാണ്ടൽ ആർട്ടിസ്റ്റ് വില്ലേജ്. അപ്പം ഇങ്ങനെ ഒരു നഗ്ന സരസ്വതിയെ വരച്ചു. ഇതിനൊരു വലിയ മനഃശാസ്ത്രമാണ്. നഗ്ന സരസ്വതി ദേവിയല്ലേ? അപ്പം ആ രീതി എല്ലാരും കണ്ടോളാം. പക്ഷെ പുള്ളിയുടെ ഉള്ളിൽ എന്നാന്ന് വെച്ചാൽ ഈ നഗ്നത ആസ്വദിക്കാനുള്ള അഗാധമായ ആഗ്രഹമുണ്ട്. അതിന് ഈ രീതി പുള്ളി സാധിച്ചെടുക്കുക ചെയ്തത്. പക്ഷെ അത് പിടിക്കപ്പെട്ടു പോയി. അതിന് അയാൾക്കൊരു യോഗ്യത ഇല്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്തത്? പുള്ളി അതിനകത്തൊരു സ്ത്രീയെ കാണുന്നുണ്ട്, ഒരു മോഡലായിട്ട്. അതിനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇതിൽ നോക്കി ആസ്വദിക്കുക. സ്ത്രീയായ എന്തിനേയും ചുംബിക്കാമെന്ന് ആലിംഗനം ചെയ്യാനാണെങ്കിൽ ഇവിടെ എന്തൊക്കെ സ്ത്രീലിംഗമുണ്ട്. മനുഷ്യൻ മാത്രമല്ലല്ലോ, അല്ല, സ്ത്രീ വർഗത്തിൽപ്പെടുന്ന എന്തൊക്കെയുണ്ട്, വൃക്ഷങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് പറഞ്ഞു വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഒരാൾക്ക് ഒരാളെ ചിന്തിച്ചുകൊണ്ട് മറ്റൊരാളെ ചിന്തിക്കുന്നതായിട്ട് ഭാവിക്കാൻ പറ്റും.
അത് ചുംബനം നീക്കുന്ന ആളെക്കാളും മറ്റേ ആൾക്കാ ദോഷകരമായി ബാധിക്കുന്നത്. അയാളുടെ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാകും. നമുക്കത് അത് പിക്ചറൈസ് ചെയ്തിട്ട് വരും. മനുഷ്യന്റെ കണ്ണെന്ന് പറയുന്നത് കണ്ണുകൊണ്ടും ചുണ്ടുകൊണ്ടും കാണിക്കാൻ കഴിയുന്നതാണെന്ന് മാഷ് പറഞ്ഞു. അതെ, ചുണ്ടുകൊണ്ടെന്ന് പറയുന്നത് ചുംബനം മാത്രമാണോ? ചുണ്ടുകൊണ്ട് ചുംബനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സെക്കൻഡിൽ ഒരു 10,000 kV തരംഗങ്ങളല്ല കടത്തി വിടുന്നത്. പുള്ളിയേക്കാളും ശക്തിയുള്ളതാണ്. അത് പോകുകയല്ല. പ്രത്യേകിച്ച് ആദ്യ അനുഭവമാണ് ആ ആൾ മരിക്കുന്നത് വരെ. പിന്നീട് എത്ര ചുംബനങ്ങൾ കിട്ടിയാലും ഇത് പൊടിയത് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ വഴിതെറ്റിപ്പോ ഇപ്പൊ അതിൽ അണിനിരന്ന 10,000 കണക്കിന് ആളുകളും 18 വയസ്സിലുള്ളവരും അതിന് താഴെയുള്ളവരൊക്കെയാണ്. പക്ഷെ വേറൊരു രസം അതിനകത്ത് ഒരു തമാശയെ, ഇതെല്ലാം കൊച്ചിയിലാണല്ലോ. പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ, കൊച്ചി കണ്ടാൽ അച്ചി വേണ്ട. കണ്ടോ എന്തൊരു അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അവരാ പറഞ്ഞിരിക്കുന്ന കൊച്ചി കണ്ടാൽ അച്ചി വേണ്ടെന്ന്. ഞാനിങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്, എനിക്കിങ്ങനെയുള്ളതിനോടാ. പ്രകൃതി കൊടുത്ത അറിവാണ് അവർക്ക് കൊച്ചി കണ്ടാൽ അച്ചി വേണ്ടെന്നുള്ളത്. ഇപ്പോഴത്തെ കാണേണ്ടിയും വരുന്നു. അപ്പൊ അതിനകത്ത് ഒരു കാര്യവും ഇല്ലാതില്ല. ഒരു പക്ഷെ ആ ഭൂപ്രകൃതിയുടെ പ്രശ്നവും ആകാം. ഇപ്പൊ തന്നെ ഒരു എറണാകുളത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു വിദേശ സംസ്കാരമാണ് നമുക്ക് തോന്നുന്നത്. അത് തന്നെയല്ല, മറ്റു കുറ്റകൃത്യങ്ങളും ഗുണ്ടകളും എല്ലാം പഴയ കേരളത്തോടും ഇന്ത്യയോടും ഉപമിക്കാൻ കഴിയുന്ന അല്ല, മിക്സഡ് സംസ്കാരം. ഇതിനെ നിയന്ത്രിക്കാൻ ആരുമില്ലെന്നല്ല, കുറ്റം ചെയ്യുന്നവരുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അതാ അവർക്ക് തന്നെ ഏത് ഭരണം വന്നാലും അതിൽ സ്വാധീനവുമുണ്ട്. അപ്പൊ അന്നേരം നേരത്തെ തന്നെ സഹായിക്കുന്ന എന്നാ ഇത് തൊട്ടേക്കരുത് കേട്ടോണ്ട്. അതാ ഇതിന്റെ പ്രശ്നം. പക്ഷെ ഇത് മാറും. ഇതിനിടയ്ക്ക് വേറെ ആള് വരും, അതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അവിടെ ഉള്ള സ്ത്രീകളെല്ലാം ഈ മതം പൊട്ടിയ ആനകളെ പോലെ ചുംബിക്കുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിനോട് യോജിക്കുന്നവരോട് അല്ല. അപ്പൊ വേറൊരു കാര്യം, ഇവരാരെ ചുംബിക്കെന്ന് പറഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിന് ചുംബിച്ചോട്ടെ, അല്ല ഒരു പൂച്ചക്കുട്ടിയോ ഒരു പട്ടിക്കുട്ടിയോ ചുംബിക്കട്ടെ, അല്ല ഒരു 80 വയസ്സായ ഒരു ആണോ പെണ്ണ് ചുംബിക്കട്ടെ. പക്ഷെ പറ്റുകയല്ല. കാരണം ഇത് അങ്ങോട്ട് കൊടുക്കുന്ന റൊട്ടേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഭാവം ഒന്നുകിൽ അതിനെ ഇരട്ടിച്ച് അല്ല അതിന് തുല്യമായിട്ടുള്ള തിരിച്ചു വരും. അതൊരു സുഖം ആസ്വദിക്കാൻ. ഇത് മനോരോഗമോ, യാതൊരു സംശയവുമില്ല. ഇവരിങ്ങനെ കാണിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഇവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് ഇവരെ സമീപിക്കുന്നതെന്നും. വേറൊരു കാര്യം, അവരിൽ നിന്നാ ഇവരിലേക്ക് വന്നത്. അവരുടെ പൈതൃകത്തെ സംസ്കാരം നമ്മൾ സൂക്ഷിക്കണം. പണ്ട് ഒരു സ്ത്രീയോ പുരുഷനോ വിവാഹം ചെയ്താൽ അവർക്ക് ഉറങ്ങാനും മറ്റുള്ള മുറി പ്രത്യേകമുണ്ട്. ഒരു വീട് പണിയുമ്പോൾ അങ്ങനെ ചെയ്യും. പുതുതായിട്ട് പ്രായമായവർക്ക് പ്രത്യേകതയുണ്ട്. ചെറുപ്പക്കാർ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആണെങ്കിൽ അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ പ്രായമായ ഒരാളുടെ മുറി കാണും. കാരണം ഇവരൊന്ന് ചലിച്ചാൽ അവരുടെ ശ്രദ്ധയിൽ വരണം. ഇന്നതല്ല, വീട് വിട്ടുപോയി 10 വർഷം കഴിഞ്ഞാലും അറിയത്തില്ല. ഇപ്പോൾ സംസാരവും ഇടപെടലും ഫാമിലിയിലുള്ള കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിൽ കുറവാണ്. പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇവരെല്ലാം തിരക്കിനിടെ പൈസ കണ്ടെത്തുന്ന എന്നാ പറയാ, അവർക്കെല്ലാം അവരുടെ സ്വകാര്യത. അമേരിക്കയിലൊക്കെ അങ്ങനെയാണ്. ഇവിടുന്ന് കുറെ പേര് പോയി ബനിയൻ പോലത്തെ ബ്ലൗസും ഒക്കെ ഇട്ട് നടന്ന് അവരാണല്ലോ ഇപ്പൊ ഇവിടുത്തെ സംസ്കാരത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ വന്നു ചേരുന്ന ശക്തി എന്ന് പറയുകയാണെങ്കിൽ ബാഹ്യമായിട്ടുള്ള രാജ്യങ്ങളുടെ എല്ലാം വന്നു ചേരുന്ന കൊച്ചിയിലാണ്. കേരളം, കൊച്ചി, അതാ ഇപ്പം ലോക പ്രശസ്തമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ അവരുടെ എല്ലാ മാനസികാവസ്ഥയാണ് ഇവരിലേക്ക് അടിച്ചേൽപ്പിച്ച് ഇപ്പോ ഉള്ള സിനിമകളിലും ഇതിലും കലാരൂപം ആധുനിക കലാരൂപം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പലതും. ഇപ്പൊ തന്നെ മുമ്പ് മോഹൻലാൽ, അങ്ങനെ അതിലേക്ക് തിരിച്ചു വരാം. ചുംബനം ഇല്ലാത്ത മോഹൻലാലിന്റെ ഏതെങ്കിലും ഒരു സിനിമയാണ് ഇല്ല. അത് പുള്ളിക്കാനെ ന്യായീകരിക്കല്ലാതെ പിന്നെ എന്നാ പറ്റും? കാരണം യേശുദാസിനോട് മകന്റെ ഭാര്യ ജീൻസ് ഇട്ടല്ലെന്ന് ചോദിച്ചവർ ആരെങ്കിലും ചോദിക്കുക മോഹൻലാൽ ചുംബിക്കുന്നില്ലെന്ന് ചോദിച്ചാലോ? മോഹൻലാൽ ചുംബിക്കുന്നത് ഒരു കാര്യം ഓർക്കണം, അയാൾ മറ്റൊരാൾക്ക് വേണ്ടി നിയോഗിച്ച സ്ത്രീയെയാണ് ചുംബിക്കുന്നത്. സ്വകാര്യ സ്വത്തിൽ കൈവെക്കരുതെന്നുണ്ട്. അതെ, ആരുടെയും സ്വകാര്യ സ്വത്ത് എന്ന് പറയുമ്പം ഇപ്പം എന്തുവാകാം, സ്ത്രീയോ പുരുഷനോ വസ്തുവകളോ എന്തുവാകാം. അല്ലെങ്കിൽ മനുഷ്യനാകുമ്പോ അല്ലേ അവരുടെ സമ്മതം ഉണ്ടായിരിക്കും. ഞാൻ പിന്നെ ചാരിയല്ലേ, നടുവിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അവരുടെ സമ്മതം ഉണ്ടായിരിക്കണം എന്നുമുണ്ട്. ഇതിപ്പോ എന്ത് ക്യാമറയുടെ മുന്നിലാണെന്ന് പറഞ്ഞാലും അവര് പറയുന്ന രീതിയിലല്ല. കാരണം ഒരു മരപ്പാവയല്ല മനുഷ്യൻ.
ഭാവങ്ങൾ മാറി മറിഞ്ഞ് വരും. അത് ചില സിനിമകൾ കാണുമ്പോൾ നമുക്കറിയാം പരമാവധി ആ ഒറിജിനാലിറ്റി ആക്കാൻ ശ്രമിക്കാറുണ്ട് ഇവർ ഇത്തരം രംഗങ്ങൾ. ഒറിജിനാലിറ്റി തന്നെയാണ്. അപ്പോൾ ഒരു സിനിമ കഴിഞ്ഞു കഴിയുമ്പം ഹിന്ദി സിനിമയാണ് മലയാള സിനിമയാണോ എന്ന് അറിയത്തില്ല. ഏത് കുഴപ്പമില്ല, എന്റെ കാര്യം നോക്കണ്ടിരുന്നു. ഏത് സിനിമയാണേലും ആ സിനിമയ്ക്ക് ശേഷം അതിൽ അഭിനയിച്ച നടന നടിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായും. അത് സ്വാഭാവികമാണ്. അതിനെ ചൊല്ലി ഈ മീഡിയകളെല്ലാം ഓരോ കഥകൾ പുറത്തിറക്കും. അല്ല, കഥകളല്ല. ഇതിപ്പോ ഞാൻ പറയും, ഒരു സിനിമയിൽ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ രണ്ടുപേരുടെ ഉള്ളിൽ ഇത് അതിന്റെ അനുഭവം ഉണ്ടാകും. അത് ആവർത്തിക്കും. ചിലർ 2 ദിവസത്തേക്ക് ആവർത്തിക്കും, ചിലർ 3 ദിവസത്തേക്ക് ആവർത്തിക്കും. അതിനിടയ്ക്ക് ഒരവസരം കൂടി ഇതുപോലെ വന്നു ചേർന്ന് കഴിഞ്ഞാലും അപ്പം അഭിനയത്തിന് ഒരു കാര്യമുണ്ട്. കലയെ സംബന്ധിച്ച് അഭിനയ കലയെ പറ്റി പറഞ്ഞാൽ അഭിനയത്തെ മാത്രമേ വിലയിരുത്താവുള്ളൂ. വ്യക്തിയുടെ മറ്റു കാര്യങ്ങളെ വിലയിരുത്തരുത്. കാരണം അത് അഭിവൃദ്ധി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്താ? അവരെന്നിട്ട് പറയുന്നത് ക്യാമറയുടെ മുന്നിലല്ലേ. നടനാണെന്ന് പറയുന്നതിന്റെ മുഖ്യം നാട്യമാണ്. നാട്യകല അറിയാത്തവന്മാർക്ക് ഈ അഭിനയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഹിന്ദി സിനിമയുടെ ഒരു വലിയ പ്രശ്നം എന്നാണെന്നറിയാം. ഹിന്ദി സിനിമ ഇന്ന് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പവസ്ത്രധാരികളായി സ്ത്രീപുരുഷന്മാർക്ക് നൃത്തം ചെയ്യാനും അതിനൊക്കെ മുഖത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല ഹിന്ദി സിനിമ. ക്യാമറയ്ക്ക് ഇങ്ങോട്ട് പോകുന്നൊന്നും നമുക്ക് മുഖാഭിനയമൊന്നും അവർക്ക് വേണ്ട. മുഖത്തിന് താഴോട്ടുള്ള അഭിനയങ്ങൾ, സംഭാഷണങ്ങൾ തന്നെ കുറവാണ്. അതെ, മലയാള സിനിമയെല്ലാം ഇത് തന്നെയാണ്. കാരണം ഇന്ന് ആളെ പിടിക്കണമെങ്കിൽ ഇതൊക്കെ വേണമെന്നാണ്. അപ്പൊ അത് തെറ്റായ സന്ദേശം അതിനകത്ത് വരുന്നത്. ഇനിയിപ്പോ അങ്ങനെ ചെയ്യുന്ന ഒരു നടനോ അല്ലെ ഒരു സംവിധായകനോ, സുരേഷ് ഗോപിയൊക്കെ ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സാമൂഹിക സേവനം അങ്ങനെ എല്ലാം പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് പരസ്യക്കാരന്റെ മോഡലാകുകയും ചെയ്യും. ഇവരെ എന്തിരിക്കുന്നു ഈ സിനിമാക്കാരെ പറയുമ്പോഴും നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഈ സമൂഹം ചെയ്യുന്നത് ഇതുപോലെയുള്ള പ്രവർത്തനം ആയതുകൊണ്ടാണ് ഇവരെ ആകർഷിക്കാൻ അവരുടെ അതേ തലത്തിൽ ചിന്തിക്കുന്നത്. ഈ സിനിമയും അതുപോലുള്ള കലാരൂപങ്ങളും ഒക്കെ ഈ സമരത്തിലാണ് സമരത്തിൽ അണിയിടുന്ന എല്ലാവരുടെയും മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, മാധ്യമങ്ങൾ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ. നല്ല കാര്യങ്ങൾക്ക് ഇത്തരം പ്രാധാന്യം കൊടുക്കത്തില്ലല്ലോ. അപ്പൊ അതിനകത്ത് ഒരു കാര്യമുണ്ട്, മാധ്യമങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കാണിച്ച് മനുഷ്യനെ ശരിക്കും ആകർഷിച്ച് പിടിച്ച് അവരുടെ കോപ്പികൾ കൂട്ടുക, അല്ല റേറ്റിംഗ് കൂട്ടുക. പിന്നെ ഇവനെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യാവുന്നു. എല്ലായിടത്തും ഇതൊക്കെ ആണെങ്കിൽ അവർക്കും നാളെ ചെന്ന് അനുവാദം കൊണ്ട് ആയിക്കൂടാ, ആരുടെ അനുവാദമൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ പിന്നെ വേറെ ഒരു സാംസ്കാരികമൊപ്പം എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് തീർന്നെന്നുള്ള കാര്യം നമുക്ക് പണ്ടേ അറിയാം. ആ ഒരു സംസ്കാരം എന്താണെന്ന് അറിയണം. ആദ്യമായി ഈ പ്രപഞ്ചത്തിൽ ഒരു പുൽനാമ്പാണ് ഉണ്ടായതെങ്കിൽ അന്ന് മുതൽ ഈ ഇപ്പൊ നമ്മളൊക്കെ ഈ നിൽക്കുന്ന ഈ ജന്മം വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിലുണ്ട്. അതിനെ അനുനിമിഷം ശുദ്ധീകരിച്ചെടുക്കുവാൻ കഴിയണം. അതാണ് സാംസ്കാരിക പ്രവർത്തനം. ഇപ്പത്തെ കോട്ടയത്ത് കണ്ടില്ലേ, ഒരാൾ പണ്ട് പാടിയത് ഇപ്പൊ ഒന്ന് പാടി വലിയ പ്രശസ്തരാണെന്ന് വരുത്തി തീർക്കുന്നു, അല്ല നൃത്തം ചെയ്യുന്നു, അല്ലെ നമ്മുടെ ചിത്രയൊക്കെ അടങ്ങി ഒതുങ്ങി നിന്ന് ഭാവാത്മകമായി പാടിയ ഒരു പാട്ട് ഒരു പെൺകുട്ടി വന്ന് തുള്ളിക്കൊണ്ട് ശരീരം എല്ലാം കുലുക്കി കാണിച്ച് പാടുന്നു. മന്ത്രിമാര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, സാംസ്കാരിക വകുപ്പ് പണം മുടക്കുന്നു. ഇതെല്ലാം തീർന്നു. നീചനാണ് മഹത്വം. എനിക്കൊരു സംശയം തോന്നുന്നു, ഇനി ഈ പ്രശ്നത്തിനെ ചൊല്ലി രാഷ്ട്രീയക്കാർ പ്രമുഖരായി വരുമോ, അതെ രംഗത്ത് വരുമോന്നോ, രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുമോന്നോ? വരും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രശസ്തി നേടണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രശസ്തി ഉണ്ടാകണം. ഇനി ഈ രീതിയിലാണ് അവർക്ക് അണികളെ കൂടുന്നതെങ്കിൽ അങ്ങനെ ആകണം. അതെ, യുവജനങ്ങളെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ യുവജനങ്ങളാണ് കൂടുതൽ, അവരെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ എന്തും ആകാം. ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ എന്ന ഒരു പ്രയോഗം കൂടിയുണ്ട്. സിനിമാക്കാരായത് ആദ്യം കൊണ്ടുവന്ന്. കാരണം കഴിയില്ലാത്ത ഒരുത്തന് രംഗത്തേക്ക് വന്ന് എന്തെങ്കിലും ചെയ്തിട്ട് ഗെയിമാണെന്ന് വരുത്തി തീർക്കണം. അവന് ഇത്തരം പേരുകൾ കണ്ടെത്തണം. അതെ, എല്ലാ തലമുറകൾ കഴിയുന്നവർ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതിൽപ്പെട്ടതാണല്ലോ. ഇതിനു മുമ്പ് വിവരമില്ലാത്തവരല്ല, അവരാരും പറഞ്ഞിട്ടില്ലല്ലോ. തലമുറകളുടെ വ്യത്യാസം, വിദ്യാഭ്യാസത്തിന്റെ തെറ്റായ കാഴ്ചപ്പാട്. ഇത് മാറും. മാറ്റം നമ്മളുണ്ട്. ഓരോ 5000 വർഷങ്ങളിലും സംസ്കാരം മാറും. 2020 ആകുമ്പോൾ സംസ്കാരം മാറും. 2020 ആകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇവന്റെ മറ്റൊരു ജ്യേഷ്ഠനാണ് ശിഖുവിനെ അറിയാം. ഇത് കുഴപ്പമില്ല. എന്തായാലും ഒരു കാര്യമാണ്, ഈ പണ്ടുള്ളവർ പറയുന്ന പോലെ ആന
തലയാറ്റി നടക്കുന്നവൻ നടക്കുന്നതാണ് ഉത്തമം. കാര്യം നീചന്മാർ ഒന്നിച്ചുകൂടി അല്പമെങ്കിലും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളെ ഇല്ലായ്മ ചെയ്യും. അവരെ സപ്പോർട്ട് ചെയ്യാൻ MLA, MP, മന്ത്രിമാരും ഉണ്ടാകും. ഇതാരുടെയും കുറ്റമല്ല, ഈ കാലം ഇങ്ങനെയാണ്. സ്വതന്ത്ര ചിന്തയ്ക്ക് പ്രാധാന്യം ഉണ്ടാകാൻ ആരും സമ്മതിക്കത്തില്ല. ഒരു രാഷ്ട്രീയക്കാരും അതിനെ അതിജീവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരും ലോകത്തുണ്ടായിട്ടില്ല. പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും രഹസ്യമായിട്ട് അവർ പിടിക്കും നമ്മളെ. കഴിയുമെങ്കിൽ ഒരു രക്തസാക്ഷിയാക്കി 10 പേരെ കൂട്ടാനേ നോക്കത്തില്ല. പക്ഷെ എനിക്കൊരു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എനിക്ക് പുള്ളിയോട് ഭയങ്കര ആരാധനയുള്ള ഒരാളായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ പോയതാണല്ലോ. പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി ഭയങ്കര തത്വമൊക്കെ പറയുന്നത്. എനിക്ക് പുള്ളിയെ കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിയുടെ ജീവിതം തത്വങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നു. പുള്ളി സന്യാസി ജീവിതം നയിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പുള്ളി രാഷ്ട്രീയത്തിലൊന്നും വരത്തില്ലെന്നൊക്കെ പറഞ്ഞ പുള്ളി ഇപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുത്തു. പുള്ളിയുടെ ആ വാക്ക് തമിഴ്നാട്ടിലുള്ളവരെ പുള്ളിയോട് ഇഷ്ടമുള്ളവരുടെ സ്നേഹത്തിനും എല്ലാം കോട്ടം സംഭവിച്ച കാഴ്ചപ്പാടുകളുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് 2 രീതിയിലുണ്ട്. ഇപ്പം നമ്മുടെ EMS അങ്ങേര് മരിച്ചു പോയല്ലോ, പുള്ളിയുടെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും രണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഇത് ഞാൻ കാണുന്ന പ്രായോഗികമായി കാണുന്ന VS അച്യുതാനന്ദനെയാണ്. അതായത് ഇപ്പം ഞാൻ പറയുക, ഇന്ത്യയിലെ ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് തന്നെ ഞാൻ പറയുക. അപ്പം ഇതുപോലുള്ള വ്യത്യാസങ്ങളുണ്ട്. പുള്ളിക്ക് വേണേൽ ചോദിക്കാൻ ജനം എന്തിനങ്ങനെ കരുതി. അപ്പൊ അങ്ങനെ കരുതാനുള്ള കാരണം ആ ആളിൽ രജനീകാന്തിൽ നിന്ന് തന്നെയാണ് ജനങ്ങൾക്ക് കിട്ടിയത്. എന്റെ പുള്ളി രാഷ്ട്രീയത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. പിന്നെ എന്റെ ഒരു ഇത്, പുള്ളി ആത്മീയത്തിൽ ജീവിക്കില്ല, പുള്ളി സന്യാസി ജീവിതം നയിക്കാൻ പോകുന്നു. പുള്ളി ഭൗതികത്തിലെ കാര്യത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഒരു സന്യാസി ഒരിക്കലും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകത്തില്ല. പുള്ളി കാണിക്കുന്ന എല്ലാം ഇങ്ങനെയുള്ളവർക്ക് സന്യാസിയാണെന്ന് വരുത്തി തീർക്കാം എന്നുള്ള ഒരു സന്യാസി ഒരിക്കലും ഇങ്ങനെ കാര്യങ്ങളിൽ പോവുകയാണ്. സകലത്തിനെയും ഉപേക്ഷിക്കുകയും എന്നാൽ എല്ലാത്തിനെയും ഒരേപോലെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളാണ് സന്യാസി. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അങ്ങേര് ഇറങ്ങാൻ പോകുന്ന രാഷ്ട്രീയം മാത്രം നല്ലതെന്ന് അങ്ങേര് കരുതുന്നുവെങ്കിൽ അങ്ങേരുടെ പരാജയമാണ്. കാരണം അതുപോലെ തന്നെ നല്ലതാണ് മറ്റത് എന്ന് കരുതേണ്ട ആളാണ്. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അത് ഒരു വ്യക്തിയുടെ പരാജയമായിട്ട് കാണണം. അതുമല്ല, പണ്ടത്തെ യോഗിമാരും യോഗീശ്വരന്മാരൊക്കെ ഹിമാലയത്തിലൊക്കെ പോകുന്നത് ഹെലികോപ്റ്ററും സെക്യൂരിറ്റിമാരും ഒന്നുമല്ല. ഈ പുള്ളി പോകുന്നത് പുള്ളിയുടെ സെക്യൂരിറ്റി, ഹെലികോപ്റ്റർ, ആധുനിക എല്ലാ സൗകര്യമൊക്കെ വെച്ചാണ് പുള്ളി ഹിമാലയത്തിൽ പോകുന്നത്. അങ്ങനെ ഒരു ആൾക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റിയ സ്ഥലമാണോ ജീവഭയമുള്ള യോഗി അല്ലേ? കലിയത്തിൽ യോഗിമാരുണ്ടാവുകയല്ല, സന്യാസിമാരുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഉണ്ടാവുകയല്ലെന്നല്ല, ആന്തരികമായിട്ടേ ഉണ്ടാവും. ഒരു യോഗിയെ സന്യാസിയെ കൊണ്ട് തിരിച്ചറിയത്തില്ല. പണ്ടതല്ല, അറിയാമായിരുന്നു. അല്ല, അത്ര യോഗശാസ്ത്രമൊക്കെ അത്ര ഉച്ചമുള്ളവർ നോക്കുമ്പോഴേ അവർക്കറിയാം പിന്നെ ആ പോകുന്നയാൾ സിദ്ധന അല്ല യോഗിയ എന്നൊക്കെ. അല്ലാത്തവർക്ക് അറിയാൻ പറ്റത്തില്ല. ഭാരതത്തിന് യോഗശാസ്ത്രമുണ്ട്, ലോകത്ത് വേറൊട്ടും ഇല്ല. ഇത് പുള്ളി ജനങ്ങളെ പറ്റിക്കുക, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ള മക്കളെയല്ല. പിന്നെ ഇതിനിടയ്ക്ക് വേറെ കാര്യങ്ങളുണ്ട്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചില വിജയങ്ങളും പരാജയങ്ങളും ഉണ്ട്. ഇപ്പൊ അങ്ങേരുടെ ഒരു കാഴ്ചപ്പാടിലൂടെ ഇങ്ങനെ പോകുന്നു. അത് നല്ലതിന് വേണം, ചീത്തയ്ക്ക് വേണം. പക്ഷെ ആ പോക്കിലൂടെ മറ്റാർക്കും അങ്ങനെ ഒരു പരാജയം ഉണ്ടാകാതിരിക്കണമെന്നുള്ള ഒരാഗ്രഹം കൂടി ഇങ്ങോട്ടുണ്ടായിരിക്കണം. സന്യാസി ആയില്ലെങ്കിലും സന്യാസത്തിന്റെ ഒരു ഭാഗമാണ്. പുള്ളിയുടെ എല്ലാ പടത്തിനും പുള്ളി ഭയങ്കര തത്വമൊക്കെ പറയാം. പുള്ളി ഒരു പടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണം അളവിനായാൽ അത് നമ്മളെ കാക്കും, പണം അധികമായ അതിനെ നമ്മൾ കാക്കണം. ഈ പുള്ളി കോടികളും വെച്ചിട്ട് കാണിക്കുന്ന ഈ പുള്ളി ഭൗതികത്തിൽ ഭയങ്കര ആർഭാട ജീവിതമൊക്കെ നയിക്കുന്നു. ഈ പുള്ളിക്ക് കോടിയുടെ ആവശ്യമൊന്നുമില്ല. ഈ പുള്ളി പറഞ്ഞ ആ തത്വത്തിൽ പുള്ളിക്ക് ജീവിക്കാറുണ്ട്. പുള്ളി പക്ഷെ അങ്ങനെയല്ല ജീവിക്കുന്നത്. അതൊക്കെ ചെയ്യാം. അതിന് വേറെ കാര്യം, നമ്മുടെ പൂർവികർ പറയാറുണ്ടല്ലോ, പണം വന്നാൽ ഗുണം പോകും. അത് തെറ്റുകയാണ്. ആചാര്യന്മാരൊന്നും അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ അമ്മ അല്ലാത്തവരും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കറക്റ്റാണ് ഇതെല്ലാം.
അതിന് പ്രത്യേകിച്ച് ഗവേഷണം നടത്തുക, അത് ഡോക്ടറേറ്റ് എടുക്കുക ഒന്നും വേണ്ട. നമ്മുടെ നിരീക്ഷണം മാത്രം മതി. പണം വന്നാൽ ഗുണം പോകും, അത് ആരായാലും. ആൾക്കാരോട് ഇടപെടാൻ ഞാൻ പേടിയാണ്. അല്ലെങ്കിൽ പിന്നെ ദക്ഷിണ മാത്രം സ്വീകരിച്ചുകൊണ്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യണം. ഒത്തിരി ആഗ്രഹങ്ങളും മോഹങ്ങളുമായിട്ട് നടക്കുന്ന ഒരു ദക്ഷിണ മാത്രം മേടിച്ച് സ്വീകരിക്കാൻ ചെന്ന് ചിലപ്പോൾ ഒരു നായകൻ നടന്ന് ചിലപ്പോൾ 10,000 അല്ല 1,100 രൂപ ആയിരിക്കും കൊടുക്കുന്നത്. ഈ പുള്ളി സമ്മതിക്കും. അതുമല്ല പക്ഷേ 60 വയസ്സ് മേളിൽ പ്രായമുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടല്. ആ പുള്ളി കൊച്ചു പിള്ളേരുമായിട്ട് സന്യാസ ജീവിതം, ആത്മീയ ജീവിതം നയിക്കുന്ന ഒരാൾ ഒരു കൊച്ചു പിള്ളേരുമായിട്ട് പുള്ളിയുടെ പ്രൊഫഷണലാണെന്ന് പുള്ളിക്ക് വേണം പറയാം. പക്ഷെ പുള്ളി എന്തുകൊണ്ട് ആത്മീയത്തിൽ ജീവിക്കുന്ന ഒരാളാന്ന് പറയാനുള്ള എനിക്കുണ്ട്. പ്രൊഫഷണലാണെങ്കിൽ പുള്ളി പ്രൊഫഷണലിൽ തന്നെ പോകണം, ആത്മീയത്തിലാണ് ആത്മീയത്തിൽ തന്നെ പോകണം. ഇത് രണ്ടും കൂടെ ഇട്ട് കൂട്ടിക്കുഴപ്പിച്ച് മറ്റുള്ളവരെ. അത് വേറെ കാര്യമുണ്ട്, അത് ലെവലിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്നുകിൽ അങ്ങേർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഷോക്ക് ഉണ്ടാകും. അത് പ്രകൃതി അങ്ങനെ ചെയ്യും. നമ്മൾ റൂട്ട് മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടും നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ശക്തമായ രീതിയിലുള്ള ഷോക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിനും തിരിച്ചറിയുന്നില്ല. പിന്നെ പുള്ളി പ്രകൃതി 3 അവസരം കൊടുക്കും എല്ലാവർക്കും, പിന്നെ കൈവിട്ടേക്കും. ഈ പറഞ്ഞ ശക്തമായ ഷോക്കിന് ഉദാഹരണമാണ് ഈയിടെ അദ്ദേഹം ആശുപത്രിയിൽ കഴിയാതെ കിടന്നത്. അതാണോ ആരോഗ്യപരമായ എങ്ങനെ എന്നുള്ളതല്ല, പ്രകൃതിക്കറിയാം. ഇതിന് നമ്മൾ വീക്ക് പോയിന്റ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പ്രകൃതിക്ക് അറിയാമല്ലോ. പിന്നെ പ്രകൃതിയുടെ പ്ലാനിങ്ങിൽ ഇതെല്ലാം വരുന്നതായതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയായിരിക്കും ഷോക്ക് കൊടുക്കുന്നത്. അപ്പോൾ തിരിച്ചറിയാതെ ആ തിരിച്ചറിയിലൂടെ കയറി വരാം. നമ്മുടെ ഈ ചുംബന സമരം എന്ന് പറയുന്നതും ഭയങ്കര ഒരു നാടിനെ തന്നെ. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കണ്ണിൽ കണ്ട് നമുക്ക് പിന്നെ ഈ അതിന്റെ ഒറിജിനൽ കിട്ടുമല്ലോ. തെറ്റായ രീതിയിലാണെങ്കിൽ എല്ലാ കേസും എന്ന് പറയുന്നത് ഞാൻ അടിക്കും. എന്റെ ഇതിലും സുപ്രീം കോടതിയല്ല, എല്ലാ കോടതി ഇവിടെ ഉണ്ട്. എനിക്ക് അതിന് മുകളിലൊരു കോടതിയുണ്ട്, പ്രകൃതിയുണ്ട്, പിന്നെ നമ്മുടെ ഗുരുക്കന്മാരുണ്ട്. നമ്മുടെ അമ്മ പെങ്ങന്മാരെ യാതൊരു സംശയവുമില്ല. അതല്ല, നമ്മുടെ അമ്മ പെങ്ങന്മാരെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇവര്. അതന്നെ ഇതിന് വാദിക്കുന്ന ഇവരുടെ മക്കളിൽ ആരെയെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കട്ടെ, അവർ സമ്മതിക്കും. നാളെ ഇപ്പം ഒരു സമൂഹത്തിൽ കൂടെ ഇപ്പൊ ഇതിനകത്തെ ലൈംഗിക അരാജകത്വമാണ് ഇതിന്റെ പിന്നിലെ ഉള്ള കാര്യം. ഞാൻ പറയും, ഒരു കാലത്ത് അമേരിക്ക അങ്ങനെയായിരുന്നു, പാതാള രാജ്യമെന്നായിരുന്നു അന്ന് അമേരിക്കയുടെ പേര്. ഇപ്പൊ അമേരിക്ക മാറി വരുന്നു. അപ്പൊ ഭാരതീയ സംസ്കാരത്തിലേക്ക് അത് മാറി വരുന്നു. 52% ആൾക്കാർ അതിലേക്ക് മാറി വന്നിരിക്കുന്നത് സർവേ. അതുമല്ല മാസം ഇപ്പം ഇങ്ങനെ ഇപ്പൊ സംഭവിച്ചു. നാളെ ഇപ്പം എന്റെ പെങ്ങളതിലെ പോകുമ്പോ ഒരുത്തം വന്ന ചുംബിച്ച് ഇപ്പൊ അത് ചുംബന സമരത്തിൽ നിയമപരമായ സംരക്ഷണം ഉണ്ടാവും അവർക്ക്. അപ്പൊ അത് ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അപ്പൊ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണല്ലോ നശിക്കുന്നത്. പിന്നെ നമ്മുടെ പെങ്ങന്മാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ എന്നെ ഒരു സുരക്ഷിതയുണ്ട് ഇവിടെ. ഇല്ല ഇല്ല. ഇനിയിപ്പോ നമുക്കും ഈ പ്രശ്നങ്ങളല്ല ഇപ്പൊ ഡൽഹിയിലും അവിടെ ഇവിടെയല്ല എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നത്. ഒരു സ്ത്രീയുടെ 4 ചുറ്റും സംരക്ഷകർ നടന്നാൽ പോലും ഇതെല്ലാം നടക്കും. കാരണം മാനസിക ഭാവത്തിനാണ് പ്രശ്നം. മൃഗത്തോട് ഉപമിക്കാവുന്ന തരത്തിൽ താഴ്ന്നു. ഇപ്പൊ ഇവിടെ ഒരു റോസ ചെടി പൂത്തു നിൽപ്പുണ്ടെങ്കിൽ അതിന്റെ ഇന്ന സ്ഥലത്ത് ഇത്ര കിലോമീറ്റർ അകലെയായിട്ട് എനിക്കിന്നൊന്നും അറിയണ്ട, അന്തരീക്ഷത്തിലൂടെ അതിന്റെ സുഗന്ധം ചെയ്യും. അതുപോലെയാണ് മനുഷ്യന്റെ ചിന്തകൾ. തെറ്റായ ചിന്താഗതിയായിട്ട് ഇവിടെ ഒരുത്തനുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ദൂരെ അത് ചെല്ലുമെന്ന്. ആ സ്വാധീനമാണ് ഇവരുടെ പതനത്തിലേക്ക് മറ്റൊരാളെ കൊണ്ടെത്തിക്കുന്നത്. അതിവരെ അതവന് ശാസ്ത്രത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. ശാസ്ത്രം എന്താന്ന് പോലും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ശാശ്വതയെ അനേന ഇതി ശാസ്ത്ര നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന യാതൊന്നും കൊണ്ടാണോ ഒരാൾക്ക് അറിവിനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതാണ് ശാസ്ത്രം. ഇവര് നേരെ ശാശ്വതയെ അനേന ഇതി ശാസ്ത്ര. ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ശാസ്ത്രത്തോട് അജ്ഞനായിട്ടുള്ളവനാണോ? അതെ അതെ, ഇന്ന് ശരിക്കും അതാ. ശരിക്കും ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന ആചാര്യന്മാര് അവര് പറയുന്നതിൽ തെറ്റില്ല, അവരെഴുതിയതിൽ തെറ്റില്ല. അതെന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞർ നാളത്തതും ആചാര്യന്മാർ. എനിക്ക് തോന്നുന്നു മാഷ് പറഞ്ഞ കാര്യം, ആചാര്യന്മാരുടെ മനോഭാവം ഈ സഞ്ചരിക്കണം എന്ന് പറയുന്ന പോലെ സഞ്ചരിച്ച് കണ്ടുപിടുത്തം നടത്തിയവരുടെ മനോഭാവത്തിലേക്ക് എത്തിയതാണോ ഈ ഇന്ന് കാണുന്ന ഈ സംഭവങ്ങൾ? അതെ, അതൊന്നുകിൽ പ്രകൃതിയുടെ പ്ലാനിങ് വരും കേട്ടോ, ഇല്ല ആചാര്യന്മാരുടെ. ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് കണ്ടോ, ഇവിടെ ഇങ്ങനെ കണ്ടുമുട്ടണം എന്നുള്ളത് പ്രകൃതി എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് വെച്ചതായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ട്യൂൺ ചെയ്യേണ്ടത്.
ഇതിനല്ല 2000-ലേറെ അതിവിശിഷ്ടമായ കഴിവുകളൊക്കെ തലച്ചോറിന് വന്നിരിക്കുന്നു. ഇപ്പൊ ഇത് ഇവിടെയുള്ള ജീവികളില് എവിടെയെല്ലാം ചെല്ലുന്നുണ്ടെന്ന്. ഇതിന് സമാനമായ ഒരു ചർച്ചയോ എന്തെങ്കിലും ചിലപ്പോൾ ഇതേ സമയത്ത് വേറെ എവിടെയെങ്കിലും അതാ ഇവിടെ ഒരു നിശബ്ദത കാണുന്നു. ഉണ്ട്. നിശബ്ദമായ ഒരു സംഗീതം ഇവിടെ നിലനിൽക്കുന്നു. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതെന്നാന്നറിയാം, ഈ ശരിക്കും വിശേഷ ബുദ്ധി, ശാസ്ത്രബുദ്ധി പോലും ഇല്ല ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ. ശാസ്ത്രബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ കുറെ കാര്യങ്ങൾ കൊണ്ട് ശരിയാണ്, അതുമില്ല. ഇതിപ്പോ കുറെ വിദ്യാഭ്യാസ പരിഷ്കർത്താക്കളെന്ന് പറഞ്ഞ് കുറെ പേര് ഇരിക്കുന്നു. ശരിക്കും പലരുടെ ചിത്രങ്ങളും ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം ശരിയായ മനോനിലയൊന്നും അവർക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷണശാസ്ത്രമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുള്ളവരാണ് ഇതിന്റെ പരിഷ്കർത്താക്കളൊക്കെ ആയിട്ടിരിക്കുന്ന പലരും. അതുമല്ല പക്ഷേ ഇപ്പം ചാനലുകളിൽ ഉണ്ടാകുന്ന ഇപ്പം മ്യൂസിക് ഇന്ത്യ എന്നും പറഞ്ഞൊരു ബാൻഡ് പരിപാടി, അതും പഴയ പണ്ടത്തെ സംവിധായകന്മാര് നല്ല നല്ല പാട്ടുകൾ രചിച്ച് ആ പാട്ടുകളെയൊക്കെ ഇവിടെ ഇപ്പം ആൾക്കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ല, അത് എന്തുകൊണ്ടാണെന്നറിയാം. ഇപ്പൊ ഞാൻ പറയാം, നമുക്ക് ഒത്തിരി പാട്ടുകളുണ്ടല്ലോ. എന്റെ ഏതെങ്കിലും ഒരു പാട്ടിന് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം എന്നാന്നറിയാം, അത് എന്റെ സംസ്കാരം, എന്റെ നാട്ടിലെ വിലവോ, ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് ഒരിക്കലും സൂചിപ്പിക്കാനും ഇല്ലല്ലോ. ഇന്ന് യേശുദാസ് ഒരിക്കൽ പ്രതികരിച്ച് എങ്ങനെയാണെന്നറിയാം, റോയൽറ്റിയുടെ കാര്യത്തില പോക്കറ്റോട്ട് വരുന്നത്, അല്ലാതെ അത് തെറ്റാണെന്നല്ല. ഇപ്പം ഒരാള് അനുകരണം കലയല്ലെന്ന് നമ്മുടെ ഇത് ഉണ്ട് ഉണ്ട് അത് ഇന്നും പറയുന്നു, എന്നും പറയുന്നു. അതിപ്പം ഒരാളിപ്പോ പാടിയ പാട്ട് വീണ്ടും ആ പുള്ളി തന്നെ പാടിയെന്ന് പറഞ്ഞാലും അത് അനുകരണോ? അന്നത്തെ മാനസിക ബോധത്തെ കൊണ്ടുവരാൻ ഇന്ന് പറ്റുകയല്ല. എത്ര അവാർഡ് മേടിക്കുന്നു. എന്നിട്ട് ഇവര് ഈ കൊച്ചു പിള്ളേരെ എന്തൊക്കെ വിഡിത്തെ. അല്ല, ഇത് എന്നാന്നറിയാവോ, ശരിക്കും പറഞ്ഞാൽ ഈ കഥയൊക്കെ ഉണ്ടേ, 2020 എന്നുള്ളത് ഒക്കെ ഉണ്ടേ. അതുകൊണ്ട് സിനിമ കാണുന്നവരെ കാണുക. ഇപ്പൊ നമ്മള് പോകണ്ട്, ഇല്ല പോകുന്നവര് പൊക്കോട്ടെ. ഇപ്പൊ അതല്ല പക്ഷേ ചാനലുകളിൽ സർക്കസ്, തമിഴ്നാട്ടിലെ എടപ്പാങ്കുത്തി ശവത്തിന് കൊണ്ടുപോകുമ്പോ അവര് എടപ്പാങ്കുത്ത് അടിക്കത്തില്ല, അതുപോലത്തെ പരിപാടികളൊക്കെ ഇതിനും നമ്മുടെ പഴയ ആൾക്കാർ പറയുന്നുണ്ട്, ആട്ടും കാട്ടവും ഗുളികയും കണ്ടാൽ തിരിച്ചറിയാത്തവരെന്ന്. ആർട്ടും ക്രാഫ്റ്റും എന്താണെന്ന് തിരിച്ചറിയത്തില്ല. എന്നാ പിന്നെ ജംബോ സർക്കസും ഒക്കെ കൊണ്ട് നടത്തിച്ച പോലെ ഓരോ ഭാഗങ്ങളായിട്ട്. ആർട്ടില്ല ഇതിനകത്ത്. ആർട്ടുണ്ടെങ്കിൽ ആർട്ടിന്റെ വില ഇരുത്താൻ ഇവർക്ക് ആർക്കും അറിയത്തില്ല. അത് ക്രാഫ്റ്റ് ആയത് മുഴുവൻ. ഇപ്പൊ ഡാൻസ് എന്ന് പറഞ്ഞാലും അതിനകത്ത് കാണിക്കുന്ന, സർക്കസിനകത്ത് കാണിക്കുന്ന ഒരു സർക്കസിലെ ഒരാള് സ്പ്രിംഗ് മാസ്റ്റർ കാണിക്കുന്ന ഒരു കട്ടായെ കാണിക്കുന്നുള്ളൂ. തല കുത്തി മറിയുക, റോപ്പ് തൂങ്ങി ഡാൻസ് കളിക്കുക, ഇതൊക്കെ നമ്മൾ സർക്കസിലേ കണ്ടിട്ടുള്ളൂ. ഇതെന്നാന്നറിയാം, ഇതെല്ലാം റഷ്യനും ഇറ്റലിയും ഒക്കെ അടിച്ചു മാറ്റുന്ന നമ്മുടെ ഭാരത. അതേസമയത്ത് അവര് ചെയ്യുന്നത് എന്താ, ഇവിടെ വന്ന് ഭരതനാട്യവും മോഹിനിയാട്ടവും കഥകളിയും മറ്റു സംഭവങ്ങളുമായിട്ട് അവരങ്ങോട്ട് പോകുന്നു. അവിടുത്തെ ഈ അഴുക്ക് ചാനലിനെ അവര് തുറന്നു വിട്ടു.